പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും എനിക്കും ഒക്കെ രാഷ്ട്രീയമുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിലെ കള്ളക്കളികളെ തുറന്നു കാണിക്കുന്ന ചില സംഭവങ്ങൾ, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നടക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങൾ, കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നും അമ്മമാരുടെ ഹൃദയത്തിൽ ആ നിലവിളി മുഴങ്ങുന്നുണ്ട്. കേരളത്തിന്റെ മനസാക്ഷിയെ കീറിമുറിച്ച ആ നിലവിളി, നാൻ പെറ്റ മകനെ, എന്റെ കിളിയെ. ആ നിലവിളി മുഴങ്ങിയത് എറണാകുളം മഹാരാജാസ് കോളേജിലാണ്. കേരളത്തിന്റെ മനസാക്ഷിയെ കീറിമുറിച്ച ആ നിലവിളി 2018 ജൂലൈ 2-ാം തീയതിയാണ് എറണാകുളം മഹാരാജാസ് കോളേജിന്റെ മുറ്റത്ത് മകന്റെ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങ് വട്ടവടയിൽ നിന്നെത്തിയ ആ അമ്മ അലറി വിളിച്ചത്, നാൻ പെറ്റ മകനെ, എൻ കിളിയെ. അഭിമന്യുവിന്റെ ശവശരീരം മലയാളിയെ നോവിച്ചത് അന്നാണ്. ആ അമ്മയുടെ നിലവിളി കേരളത്തിന്റെ ഹൃദയത്തെ കീറിമുറിച്ചത് അന്നാണ്. 8 വർഷം ആയിട്ടും ആ കേസിന് ഒരു പരിഹാരമായിട്ടില്ല, വിചാരണ പോലും തുടങ്ങിയിട്ടില്ല കേരളത്തിൽ. എന്ത് നീതികേടാണ്, എന്ത് ഗതികേടാണ് കേരളത്തിന്റെ രാഷ്ട്രീയം പോകുന്ന പോക്ക്. അതും ഈ സർക്കാർ ഭരിക്കുമ്പോൾ ഈ സർക്കാരിന് വേണ്ടി രക്തസാക്ഷിയായ അഭിമന്യു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഇടുക്കിയിലെ വട്ടവടയിൽ നിന്ന് വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് എറണാകുളത്തെത്തിയ അഭിമന്യു എന്ന മിടുക്കനായ ചെറുപ്പക്കാരൻ ഹോട്ടലിൽ ജോലി ചെയ്തും മറ്റ് തൊഴിലെടുത്തും അവൻ പഠിക്കാൻ കയറി എറണാകുളം മഹാരാജാസ് കോളേജിൽ. എന്നാൽ സംഭവിച്ചത് എന്താണ്? അവൻ മിടുക്കനായ അവൻ രാഷ്ട്രീയത്തിലും പ്രവർത്തിച്ചു തുടങ്ങി. SFI എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ SDPIയുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ചുവരെഴുത്തിന് മുകളിൽ അവന്റെ രാഷ്ട്രീയം വെച്ച്, അഭിമന്യുവിന്റെ രാഷ്ട്രീയം വെച്ച് അവനൊന്നെഴുതി, വർഗീയത തുലയട്ടെ. അടുത്ത ദിവസം കോളേജിലുണ്ടായ സംഘർഷത്തിൽ അഭിമന്യു മരിച്ചു വീണു. അങ്ങ് ഇടുക്കിയിലെ വട്ടവടയിൽ നിന്ന് ആ അമ്മ അലറിപ്പാഞ്ഞെത്തി. മകന്റെ ശവശരീരം കണ്ട് വിളിച്ച വിളിയാണ്, നാൻ പെറ്റ മകനെ, എൻ കിളിയെ. ഈ സർക്കാർ എടുത്ത കേസിൽ ഇതുവരെ വിചാരണ പോലും തുടങ്ങിയിട്ടില്ല. എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്? ആവശ്യമുണ്ട്. ക്യാമ്പസ് ഫ്രണ്ട് എന്നത് SDPIയുടെ വിദ്യാർത്ഥി സംഘടനയാണ്. തങ്ങളുടെ ഒരു പ്രവർത്തകനായ SFI പ്രവർത്തകനെ കുത്തിവീഴ്ത്തി നാട് നടുക്കിയ ആ ഒരു സംഭവത്തിൽ ഇന്ന് SDPIയോടുള്ള CPMന്റെ നിലപാടെന്താണ്? SDPIയുടെ വോട്ടിന് വേണ്ടി അവർ മത്സരിക്കുന്നു. SDPIയുടെ വോട്ട് സ്വീകരിക്കും എന്ന് ശിവൻകുട്ടി ഉറക്കെ പറയുന്നു. SDPIയുമായുള്ള അവിഹിത ബന്ധം തള്ളിപ്പറയാൻ കേരള മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. ആ ചോദ്യങ്ങൾക്ക് നേരെ പകയോടെ, വിരട്ടലോടെ, വെറുപ്പോടെ, പരിഹാസത്തോടെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു. ആരെ വോട്ട് കിട്ടിയാലും ഞങ്ങൾക്ക് കിട്ടിയാൽ മതി, ഞങ്ങൾ ജയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാർ. അതിൽ ഇടത്, വലത്, മധ്യ ഭേദങ്ങളൊന്നും തന്നെയില്ല. ആ ഗതികേടുകളുടെ കഥയാണ് ഇപ്പോൾ പറയുന്നത്. വോട്ടും ഭരണവും മാത്രം ലക്ഷ്യമാക്കി എന്ത് നീതികേടിനും കൂട്ടുനിന്ന് ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞ കാര്യങ്ങളെ ഇന്ന് ചുമന്ന് വോട്ടിനു വേണ്ടി കാലുപിടിക്കുന്ന രാഷ്ട്രീയക്കാർ കേരളത്തിന്റെ ശാപം തന്നെയായി മാറുന്ന ഒരു ദുരവസ്ഥയിലേക്കാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അതിന് മറ്റൊരു തെളിവുമുണ്ട്. കേരളത്തിൽ ചരിത്രത്തിൽ തന്നെ പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി MV രാഘവനെ ചെറുക്കാൻ പോയ 5 ചെറുപ്പക്കാർ വെടിയേറ്റ് വീണ് മരിച്ചു. ഒരു പുഷ്പൻ, പാവം ഒരു പുഷ്പൻ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്ന രീതിയിൽ കിടപ്പിലായി. പിന്നീട് എന്താണ് സംഭവിച്ചത്? സ്വാശ്രയ വിദ്യാഭ്യാസത്തെ ഇടത് സർക്കാർ തന്നെ ആനയിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കൂടാതെയോ നേതാക്കന്മാരുടെ മക്കളൊക്കെ പഠിച്ചത് ഇതുപോലുള്ള സ്വാശ്രയ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലാണ്, സ്ഥാപനങ്ങളിലാണ്. എന്നിട്ടോ പാവം ആ പുഷ്പൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചുറ്റും ചെന്ന് നിന്ന് കേരള സമൂഹത്തെ നോക്കി പരിഹസിച്ച് അവർ പാടി, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ. അത് പാടുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? അന്നവർ എതിർത്ത ഈ പുഷ്പനെ
ജീവച്ഛവമാക്കി കിടത്തുന്ന ആ സമരത്തെ ഇന്നവർ ഒറ്റുകൊടുത്തിരിക്കുകയാണ്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേരളത്തിന്റെ ചരിത്രമാക്കിയവർ മാറ്റിയിരിക്കുകയാണ്. ഇവിടെ SDPIയുടെ കാര്യത്തിലേക്ക് വരാം. വേണ്ടണം എന്നൊരു വാക്കുണ്ട്. വേണം വേണ്ട, വേണം വേണ്ട, അതാണ് പറഞ്ഞു പരിഹാസത്തിൽ വേണ്ടണം എന്നായി മാറിയത്. ഇവിടെ SDPIയുടെ വോട്ട് വേണ്ടണം, അതാണ് അവസ്ഥ. കാരണം നേരിട്ട് പുറത്തു പറയാനൊരു മടി, എന്നാൽ ആ വോട്ട് വേണവും താൻ. നേതാക്കൾ തമ്മിലൊരു ഡീൽ, വോട്ട് വേണം, ഞങ്ങൾ നിങ്ങളെ പരസ്പരം സഹായിക്കാം. അത്ര തെളിമയാർന്നതൊന്നുമല്ല ആ ഡീൽ, അത്ര അഹിംസാപരമൊന്നുമല്ല ആ ഡീൽ. തീർച്ചയായും കൊടുക്കൽ വാങ്ങലിന്റെ ഡീൽ തന്നെയാണ് ഈ വോട്ടിൽ. നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തരുമ്പോൾ ഞങ്ങൾ നിങ്ങളെ ഇന്ന കാര്യങ്ങളിലെല്ലാം അധികാരത്തിൽ വന്നാൽ സഹായിക്കാം എന്ന് പറയുന്ന തരം ഡീൽ. എന്നാൽ അത് തുറന്നു പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തയ്യാറാവണം. അതിന് തയ്യാറല്ല. ഇതൊക്കെ സൗജന്യ ഓഫറാണ്, അല്ലെങ്കിൽ അഹിംസാപരമായ ഒരു ഓഫറാണ്, വെളുത്ത പ്രതലത്തിൽ ചെയ്യുന്ന ഒരു ഓഫറാണ് എന്ന് വിശ്വസിക്കാൻ തക്ക മന്ദബുദ്ധികളല്ല കേരളീയർ. അരിയാഹാരം കഴിക്കുന്നവർ തന്നെയാണ്. ഈ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ തന്നെ പറയുന്നു, കേരളീയർ അരിയാഹാരം കഴിക്കുന്നവരാണ്. ഒരൊറ്റ കാര്യം മാത്രമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. പണ്ട് ഗാന്ധാരി ശ്രീകൃഷ്ണനോട് ചോദിച്ചതുപോലെ ഒരു ചോദ്യം, അഭിമന്യുവിന്റെ കാര്യത്തിലെങ്കിലും ഒരു ചോദ്യം ഈ രാഷ്ട്രീയക്കാരോട് ചോദിക്കുന്നു. വരി ഇങ്ങനെയാണ്: കൊല്ലാതെ കൊള്ളാഞ്ഞത് എന്തവൻ തന്നെ നീ, കൊല്ലിക്ക് അത്രേ നിനക്ക് രസമടോ. അവനെ കൊല്ലാതെ വിട്ടിരുന്നൂടെ? ആ കൊല്ലൽ പോലും ഒരു ഡീലായിരുന്നോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ കേരളത്തിലെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. SDPIയുടെ വോട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് വേണമെന്നോ വേണ്ടെന്നോ പറയാൻ മുഖ്യമന്ത്രി പോലും തയ്യാറല്ല. വർഗീയ ശക്തികളുമായി ഞങ്ങൾക്ക് യാതൊരു കൂട്ടുകെട്ടുമില്ല എന്ന ഒഴുക്കൻ മറുപടി പറഞ്ഞ് പത്രസമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ശൈലിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഉരുണ്ട് കളിക്കുന്നതിനൊരു കാരണമുണ്ട്. SDPIയുടെ വോട്ട് സ്വീകരിച്ചാൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കുറച്ച് ഇടതുപക്ഷത്തേക്ക് വരും, അല്ലെങ്കിൽ LDFിലേക്ക് വരും. എന്നാൽ ഭൂരിപക്ഷത്തിന്റെ വോട്ട് മറുഭാഗത്തേക്ക് അകലുമോ എന്നുള്ള പേടി കൊണ്ട് തന്നെയാണ് ഈ വേണ്ടണം നിലപാട് രാഷ്ട്രീയക്കാർ സ്വീകരിക്കുന്നത്, ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. SDPI ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താൽ ഭൂരിപക്ഷ സമുദായങ്ങൾ തീർച്ചയായും മറുഭാഗത്ത് വോട്ട് ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ആ ഒരവസ്ഥ രണ്ട് വിഭാഗത്തിന്റെയും വോട്ട് വേണം. ഇന്നലെ ഞങ്ങളെ എത്ര ആക്രമിച്ചതായാലും ഞങ്ങൾക്ക് ഭരണം മാത്രമാണ് പ്രധാനം, ആദർശം ലക്ഷ്യമേയല്ല എന്ന രീതിയിലുള്ള ഇത്തരം നിലപാടുകൾ. ഈ നിലപാടുകളിൽ ആരും മോശമല്ല. UDF ആയാലും LDF ആയാലും BJP ആയാലും വോട്ടിന് വേണ്ടി എന്ത് നിലപാടും സ്വീകരിക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയം കേരളത്തിൽ തരം താണിരിക്കും. ഈ SDPI ബന്ധം ഇടതുപക്ഷത്തിൽ മുഖ്യമന്ത്രിക്ക് എത്രത്തോളം അലോസരം സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ SDPIയുമായുള്ള ഡീൽ മുഖ്യമന്ത്രിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ പ്രസ്താവന മതിയാകും. മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രഖ്യാപനം എടുത്തിട്ടു പത്രപ്രവർത്തകർ. മറ്റൊന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വർഗീയ കക്ഷികളാണ് എന്നും ഞങ്ങൾക്ക് അവരുടെ വോട്ട് വേണ്ട എന്നും CPI പ്രഖ്യാപിച്ചതിനെ കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം രൂക്ഷമായി പ്രതികരിച്ചു. അത് CPI സംസ്ഥാന സെക്രട്ടറിയോട് ഞാനൊന്ന് എഴുതി വാങ്ങട്ടെ, എഴുതി വാങ്ങിയതിനു ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് മറുപടി പറയാം എന്നുള്ള രൂക്ഷമായ പ്രതികരണത്തിലെ അപകടം മണത്ത CPIയും മലക്കം മറിഞ്ഞത് മറ്റൊരു രീതിയിലാണ്. BJPയെ എതിർക്കുന്ന ആരുടെയും വോട്ട് സ്വീകരിക്കും എന്ന രീതിയിലാണ് CPI പിന്നീട് മലക്കം മറിഞ്ഞത്. അപ്പോൾ SDPയുമായുള്ള ആ ഡീൽ എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ വേറെ മറ്റൊരു സാന്നിധ്യത്തിന്റെയും ആവശ്യമില്ല. നേമത്തെ ഡീലിനെ കുറിച്ച് SDPI സംസ്ഥാന സെക്രട്ടറി പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വി ശിവൻകുട്ടി നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടാണ്, CPM നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടാണ് നേമത്ത് നിന്നും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എന്നും അതുപോലെ ശിവൻകുട്ടിക്ക് പിന്തുണ നൽകുന്നതെന്നും SDPI പ്രഖ്യാപിച്ചു കഴിഞ്ഞു പരസ്യമായി. പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ അപജയത്തെക്കുറിച്ച് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയത്തിന്റെയും അപജയത്തെക്കുറിച്ചാണ്. ഇന്നലെ വരെ തമ്മിൽ തല്ലിയവർ ഇന്ന് 3 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടി തമ്മിൽ തോളിൽ കൈയിടുന്ന ഈ ഒരു ആദർശം ജനത്തിനെ പറ്റിക്കാനല്ലാതെ മറ്റെന്തിനാണ്?
ജനത്തിനെ പറ്റിക്കാനല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി മോഹത്തിന് വേണ്ടി ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഇത്രയും തമ്മിലടി എന്തിനാണ്? MP ആയിരിക്കുന്നവന് ഇങ്ങ് MLA ആയി മത്സരിച്ച് ജനത്തെ സേവിച്ചാലേ സ്വസ്ഥമാകും. MLA ആയവൻ 3 പ്രാവശ്യവും 4 പ്രാവശ്യവും ആയാൽ പോരാ, ജീവിതകാലം മുഴുവൻ സാധാരണ പ്രവർത്തകർ അവൻ പ്രവർത്തിച്ചാൽ മതി, കൊടി കെട്ടിയാൽ മതി, പോസ്റ്റർ ഒട്ടിച്ചാൽ മതി, എങ്കിലാബ് വിളിച്ചാൽ മതി. അധികാരസ്ഥാനത്ത് ഞാൻ മാത്രം എന്നുള്ള ധാർഷ്ട്യം, ഇതെന്നാണ് ജനം മനസ്സിലാക്കുന്നത്. അന്ന് ഈ രാഷ്ട്രീയക്കാരുടെ ഗതികെട്ട ഈ ഒരു ഡീലുകൾ ഇല്ലാതാണ്. ഇന്ന് CPMന്റെ LDFന്റെ ഗതികെട്ട ഈ ഒരു അന്തർധാരയെക്കുറിച്ച്, ഡീലിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇതുപോലെ ഗതികെട്ട അവസ്ഥയിൽ തന്നെയാണ് മറ്റു പാർട്ടികൾ. അതിന്റെ നിങ്ങൾക്കറിയാവുന്ന കഥയുടെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമെന്നുള്ള ഒരു സാഹചര്യത്തിന്റെ കൃത്യമായ വേറൊരു സൂചനയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.